അപ്പോൾ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ കറക്കം തുടരുകയാണ്. നമ്മളൊരു സൈക്കിൾ റെൻറ്റിനെടുത്തു. അപ്പോൾ ഇനി ഇതിൽ മൊത്തം നമുക്കിവിടെ കറങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് വാസ്കോ ഹോം സ്റ്റേയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റോറി ആദ്യം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫോർട്ട് കൊച്ചിയിലെ വാസ്കോ ഹൗസ് ചരിത്രത്തിലും വാസ്തുവിദ്യയിലും താല്പര്യമുള്ളവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇന്ത്യയിലേക്കുള്ള കടൽമാർഗം വഴി കണ്ടെത്തിയ പ്രശസ്ത പോർച്ചുഗീസ് പര്യവേക്ഷകനായ വാസ്കോഡഗാമയുടെ പേരിലാണ് ഈ വീട് അറിയപ്പെടുന്നത്. മനോഹരമായി സംരക്ഷിച്ചിരിക്കുന്ന ഈ ഹെറിറ്റേജ് ബിൽഡിംഗ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പോർച്ചുഗീസ് വീടുകളിലൊന്നാണ്. മാത്രമല്ല, നമ്മുടെ മമ്മൂട്ടി നായകനായി അവതരിപ്പിച്ച ബിഗ് ബി എന്ന മലയാള സിനിമയുടെ ചിത്രീകരണ ലൊക്കേഷനായും പ്രവർത്തിക്കുന്നു. ചരിത്രത്തിൻ്റെ ഈ അതിശയിപ്പിക്കുന്ന ഭാഗം കാണാനുള്ള അവസരം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ കൊച്ചി മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ നിങ്ങളുടെ ഐറ്റിനറി ഉൾപ്പെടുത്തേണ്ടതാണ്. ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനായിട്ടുള്ള CSI ചർച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഈ CSI ചർച്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റഡ് മൊണോമെൻ്റ് ആണ്. കേരള ആർക്കിയോളജി വകുപ്പിൻ്റെ കീഴിൽ ഒരു സംരക്ഷിത സ്മാരകമായിട്ടാണ് ഈ പള്ളി ഇപ്പോൾ സംരക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വാസ്കോഡഗാമേനെ ആദ്യം അടക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്റ്റോറി എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഇതിൻ്റെ ചരിത്രം 1500 മുതലാണ് ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ പണിത ഏറ്റവും പഴയ പള്ളികളിൽ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് കൊച്ചിയിലെ ഈ CSI ചർച്ച്. ഇതിൻ്റെ ചരിത്രം 1503 മുതലാണ് ആരംഭിക്കുന്നത്. പഴയ കൊച്ചി രാജാവിൻ്റെ അനുമതിയോടുകൂടി പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ച കോട്ടയുടെ നടുവിലാണ് മരവും മണ്ണും കൊണ്ട് നിർമ്മിച്ച ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇത് സെന്റ് ബർത്തോലോമിയോയ്ക്ക് സമർപ്പിക്കപ്പെട്ടതാണ്. 1516 ഈ പള്ളി പുനർനിർമ്മിക്കുകയും വീണ്ടും തുറക്കുകയും ചെയ്തു. പോർച്ചുഗലിലെ രക്ഷാധികാരിയായ സാന്റോ ആന്റോണിയോയ്ക്കാണ് ഇത് പിന്നീട് സമർപ്പിക്കപ്പെട്ടത്. അതിനാൽ സാന്റോ ആന്റോണിയോ ചർച്ച് എന്ന് നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു. ആദ്യം പോർച്ചുഗീസുകാർ ഈ പള്ളിയായി ഉപയോഗിക്കുകയും പിന്നീട് ഡച്ചുകാർ ഇതിനെ ഗോഡൗണായി ഉപയോഗിക്കുകയും പിന്നീട് ഇംഗ്ലീഷുകാർ ഇതിനെ വീണ്ടും പള്ളിയായി മാറ്റുകയും ചെയ്തു. വിവിധ യൂറോപ്യൻ അധിനിവേശങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ പള്ളി 1663 കൊച്ചിയിലെ ഡച്ച് അധിനിവേശത്തിൽ അവരുടെ അധീനതയിലായി. തങ്ങളുടെ കമ്മ്യൂണിയൽ ടേബിളും റോസ്ട്രം ഫർണിച്ചറുകളും സ്ഥാപിച്ച് അവർ അത് അവരുടെ പള്ളിയാക്കി മാറ്റി. പള്ളിയോട് ചേർന്ന് അവർ ഡച്ച് സെമിത്തേരിയും നിർമ്മിക്കുകയും ചെയ്തു. പുൽത്തകിടിയുടെ നടുവിൽ ഒരു ശവകുടീരം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച കൊച്ചിക്കാരുടെ സ്മരണയ്ക്കായി 1920 നിർമ്മിച്ചതാണ് ഈ ശവകുടീരം. 1886 പള്ളിയുടെ പേര് മാറ്റുകയും പുതുക്കി പണിയുകയും ചെയ്തു. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ CSI എന്ന് മാറ്റുകയും ചെയ്തു. ഇതിൻ്റെ വാസ്തുവിദ്യ വളരെ മനോഹരമാണ്. ടൈലുകൾ കൊണ്ട് പൊതിഞ്ഞ തടി കൊണ്ടുള്ള മേൽക്കൂരയുള്ള ഉയർന്ന ഘടനയാണ് പള്ളിക്കുള്ളത്. മുഖത്തിൻ്റെ ഇരുവശത്തും ഒരു സ്റ്റെപ്പ് പിനാക്കിൾ നിർമ്മിച്ചിട്ടുണ്ട്. അത് വളരെ ആകർഷണീയവും പഴയ ലോക ചാരുത നിലനിർത്തുന്നതുമാണ്. ചാൻസൽ മേൽക്കൂരയുടെ മുകൾ ഭാഗത്തെ മകുടം ചാർത്തുന്ന 2 പടികളുള്ള പിനാക്കിളുകളും ചാൻസലിനെ നേവിൽ നിന്ന് വേർതിരിക്കുന്ന പ്ലെയിൻ കമാന തുറസും കൊണ്ട് പള്ളിയുടെ ഇന്റീരിയറും മനോഹരമായ കാഴ്ച നൽകും. കൊത്തുപണികളാൽ അലങ്കരിച്ച മരം കൊണ്ടുണ്ടാക്കിയ പ്രസംഗപീഠം, കുമ്പസാരം, മാമോദിസ പ്ലാറ്റ്ഫോം, ബുക്ക് റെസ്റ്റോറൻറ്റുകൾ, വഴിപാട് കഴിക്കുന്നതിനുള്ള സാമഗ്രികൾ, പള്ളിയുടെ എല്ലാ ഘടകങ്ങളിലും പഴയ ലോക മനോഹാരിതവും മഹത്വവും വളരെ പ്രകടമായി നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബാസ്റ്റ്യൻ ബംഗ്ലാവാണ്. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളുമാണ് കാണാൻ പോകുന്നത്. അപ്പോൾ പുരാവസ്തു വകുപ്പ് മ്യൂസിയം ആണ് ഇപ്പോൾ ഇതിനകത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കൊച്ചി ഹിസ്റ്ററി
ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും ഈ മ്യൂസിയത്തിനുള്ളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ കൊച്ചി എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പറയുക. ഇതുപോലുള്ള ഹിസ്റ്ററി, ഹെറിറ്റേജ് ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാസ്റ്റിൻ ബംഗ്ലാവും അതിൻ്റെ കാഴ്ചകളും നമുക്ക് കാണാം.